ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു. കാരണം ഒരു ബാലയ്യ പടത്തിനുപരി ടെക്നിക്കൽ ആസ്പെക്റ്റുകളിൽ കുറച്ച് മികവ് തോന്നിയൊരു സിനിമയാണ് ഡാക്കു മഹാരാജ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് തോന്നുന്നു പേട്ട കണ്ടിട്ട് ഇൻസ്പയർ ചെയ്ത് സിമിലർ സെറ്റിങ്ങിൽ എടുത്ത പോലത്തെ ഒരു സിനിമയായിട്ടാണ് ഇത് തോന്നിയത്. അതേപോലെ എടുത്തു എന്നല്ല, പക്ഷേ സ്റ്റോറി പോകുന്ന പാറ്റേണിൽ ചില സാദൃശ്യങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്നാൽ സിനിമ ബോബി കോഹ്ലിയുടെ വക ബാലയ്ക്കുള്ള ഒരു പേട്ട പോലെയാണെന്നും പറയാം. സിനിമയിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയൊരു സെഗ്മെൻ്റ് ആയിരുന്നു ഊർവശി റോത്തലയുടെ SI ജാനകി എന്ന കഥാപാത്രവും പ്രൊട്ടോണിസ്റ്റുമായിട്ടുള്ള റൊമാൻസ് പാർട്ടും. സംഭവം ഇത്രയുള്ളൂ. ബാലയുടെ ഏതെങ്കിലും ഒരു സ്റ്റീരിയോ ടൈപ്പ് എടുത്തു വെച്ചിട്ട് ബാക്കി എല്ലാ ബാലയ ടെംപ്ലേറ്റും ഇല്ലാതെ ചെയ്യാനാവും ബോബി കോഹ്ലി ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ സെഗ്മെൻറ്റും ദബിഡി ദിബിഡി എന്ന സോങ്ങും ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. അതാണെങ്കിൽ ശേഖർ മാസ്റ്ററിൻ്റെ ദുരന്തം പിടിച്ച കൊറിയോഗ്രഫി വരെയുള്ളൊരു ഡാൻസ് സോങ്ങും. ബോബിയുടെ എന്ന് പൊതുവെ ഞാൻ അങ്ങനെ വല്ലാണ്ട് പ്രതീക്ഷിക്കാറില്ല. ഇപ്പോൾ ജയിൽ അവകുശ തന്നെ NTRൻ്റെ രാവണ ക്യാരക്ടർ കൊള്ളാമെന്നല്ലാതെ വേറൊന്നും ആ സിനിമയിൽ തോന്നിയിട്ടില്ല. വാട്ടർ വീരയെ എൻ്റർടൈനിങ് ആണ്, എന്നാലും ചിരഞ്ജീവിയുടെ തിരിച്ചുവരവിൽ വന്ന മറ്റു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് രസമുണ്ടായിരുന്നു. പക്ഷേ ഡാക്കു മൊത്തത്തിലൊരു ഡിഫറൻസ് സെറ്റപ്പാണ്. ടിൽ ഡേറ്റ് ബോബിയുടെ ഫിലിം മേക്കിംഗ് കേസിൽ ഏറ്റവും നൈസായിട്ട് ബോബി എടുത്തു വെച്ചുള്ള ഒരു സിനിമയാണ് ഡാക്കു മഹാരാജ്. ഈ സിനിമയുടെ ആദ്യ ഹാഫ് പക്കായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ഇവൻറ്റ്സ് വരുമ്പോഴും ഇടയിൽ ബോറടിപ്പിക്കാതെ നല്ല പേസിലൂടെ ഓരോ സീനും പ്രസൻറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ സിനിമയുടെ എഡിറ്റിങ്ങും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർവൽ സീനൊക്കെ പീക്ക് സ്റ്റെപ്പായിരുന്നു. ലൈക്ക് തമൻ അല്ലെങ്കിൽ സ്കോറിൻ്റെ കാര്യത്തിൽ ഈ സിനിമയിൽ ഫുള്ള് ഹാല് കയറിയ മട്ടാണ്. എന്നാൽ ഇൻ്റർവൽ സീനൊക്കെ വരുമ്പോൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അമ്മാതിരി കിടിലൻ സ്റ്റെപ്പ്. അത് ആകെപ്പാടെ ആദ്യ ഹാഫ് അന്യായമാണ്. ഒരു ബാലയ്യ സിനിമയിൽ നല്ലൊരു വില്ലൻ ഉണ്ടെങ്കിൽ സിനിമ ഇമ്പ്രൂവ് ആവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാവും ഇത് ഞാൻ ഭഗവന്ത് കേസരി മുതൽ നോട്ട് ചെയ്തുള്ളൊരു കാര്യമാണ്. അതിൽ അർജുൻ രാംപാൽ കിടുവായിരുന്നു. പക്ഷേ ഡാക്കുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബോബി ഡിയോളിൻ്റെ ബൽവന്ത് സിംഗ് താക്കൂർ ഒരു വൻ സംഭവമായി തോന്നിയൊരു കഥാപാത്രമാണ്. ഈവൻ ഈ റോള് ആനിമലിലെ ബോബിയുടെ റോളിനേക്കാളും കിടുവായിട്ട് വന്നിട്ടുണ്ട്. സിനിമയിലെ ഇൻട്രോ സീൻ മുതൽ ബോബിക്ക് ഷൈൻ ചെയ്യാനുള്ള എല്ലാ വക സംഭവങ്ങളും ബോബി കോഹ്ലി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ടിപ്പിക്കൽ തല്ലുപൊളി ബാലയ്യ വില്ലനല്ല. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ അജാജ് സ്ക്രീൻ പ്രസൻസ് ആണ്. പേഴ്സണലി ബാലയ്ക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ടോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഡോമിനേഷൻ ബോബി ഡിയോളിന് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. വിഷ്വൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബാലയ്യ സിനിമയിൽ വിഷ്വൽസ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കിടിലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ആ കാര്യത്തിൽ ദിസ് ഈസ് മോർ ദാൻ അഖണ്ഡ ആൻഡ് ഭഗവന്ത് കേസരി. അതിൻ്റെ പ്രധാന കാരണം വിജയ് കാർത്തികേയൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. കാരണം ഓരോ സെഗ്മെൻറ്റ് വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഫൈറ്റ് സീൻസൊക്കെ വരുമ്പോൾ ഇതൊക്കെ എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ളൊരു ഇംപ്രസീവായ സിനിമാറ്റോഗ്രഫിയാണ് വിജയ് കാർത്തികേയൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് വൻ കിടിലമാണെങ്കിലും സെക്കൻഡ് ഹാഫ് ആ റേഞ്ചിൽ ഇല്ല. ഇറ്റ്സ് ഗുഡ്. പക്ഷേ ആദ്യ ഹാഫിൽ തോന്നിയൊരു ഗംഭീര സംഭവം സെക്കൻഡ് ഹാഫിൽ ഇല്ല. കുറച്ചുകൂടെ റൂട്ടീനായി പോയി എന്നൊരു പ്രോബ്ലമാണ് ഉള്ളത്. അതായത് ഫ്ലാഷ് ബാക്ക് കുറച്ച് ലോങ് ആണ്, പറയാൻ കുറച്ചധികം ഇവൻസ് ഉള്ള കാരണം ലോങ് ആയി പോകുന്നതുമാണ്. പക്ഷേ അവിടെ ചെയ്തൊരു കാര്യം എന്തെന്നാൽ ആദ്യ ഹാഫിൻ്റെ അത്ര ഡെപ്ത് ഇല്ലാഞ്ഞിട്ട് പോലും സിനിമ വലുതായി പോകും എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാ പരിപാടികളും കട്ട് ഷോട്ട് ചെയ്ത് സിനിമയെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലതായും തോന്നി. കാരണം ഒരുപക്ഷെ ഫ്ലാഷ് ബാക്കും നീണ്ടുപോയി അതിനുശേഷമുള്ള ഇവൻസും നീണ്ടുപോയാൽ സിനിമ ലോങ് ആവും. അങ്ങനെ വരുമ്പോൾ സിനിമയിലുള്ള ഇൻട്രസ്റ്റും പോകാനും സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊന്നും വരാണ്ടിരിക്കാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു. അത് സിനിമയ്ക്ക് നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കൊരു ഗുഡ് വാച്ച് ആയിട്ടാണ് ഡാക്കു മഹാരാജ് മൊത്തത്തിൽ തോന്നിയത്. ആദ്യ ഹാഫ് പോലെ പക്കായിട്ട് സെക്കൻഡ് ഹാഫ് ചെയ്തിരുന്നെങ്കിൽ വൻ സംഭവമാവേണ്ട സിനിമയാണ്. അത്രയൊന്നും വന്നില്ലെങ്കിലും ദിസ് ഫിലിം ഈസ് എ ഗുഡ് വൺ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.